കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്നൊരു എപ്പിസോഡിൻ്റെ പ്രമോവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുഭാഷ് ഏട്ടൻ്റെ ഓരോ വിവാഹാലോചനയും നടക്കാതാവുന്നതോടുകൂടി ടെൻഷൻ സഹിക്കാനാവാതെ ഹരീഷ് തന്റെ കടയിൽ തന്നെ കാണാനായി ദിവസവും എത്തുന്ന നീതുവിനോടായി സുഭാഷ് ഏട്ടനെ കല്യാണം കഴിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. അതികൾക്ക് അവളും ഹരീഷിനോട് പൊട്ടിത്തെറിച്ച് നേരെ ചെല്ലുന്നത് സുഭാഷിന്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് ഇക്കാര്യമെല്ലാം പറഞ്ഞ് അവൾ പൊട്ടിക്കരയുകയാ. അവരെല്ലാം കൂടി നീതുവിനെ ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന ഹരീഷിനെ കാമുകിയെ ചേട്ടന് വേണ്ടി പെണ്ണാലോചിച്ചെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി കളിയാക്കി വിടുകയാ. അവൾക്ക് തന്നെ ഇഷ്ടമാണെന്നറിഞ്ഞിട്ടും താൻ അങ്ങനെ ചെയ്തത് ശരിയായില്ലെന്ന് മനസ്സിലാക്കിയ ഹരീഷും അവളോട് മാപ്പ് പറയാനായി അവളുടെ പുറകെ ചെല്ലുന്നുണ്ടെങ്കിലും അവൾ ഒഴിഞ്ഞു മാറുകയും പിന്നീട് അത് പ്രണയത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ആദ്യമായി ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ച നീതുവിന് തിരികെ എങ്ങനെ ഒരു ഗുഡ് മോർണിംഗ് അയക്കുമെന്നറിയാതെ ഹരീഷ് ആകെ കുഴയുന്നത്. കുറെ സമയമായി വാട്സപ്പിൽ ഹരീഷിന്റെ മെസ്സേജ് ടൈപ്പിംഗ് കാണിക്കെ നീതുവും അവനെ വിളിക്കുകയാ. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നതിനിടയിൽ സുഭാഷിന്റെയും നികേഷിന്റെയും മുന്നിൽ പെടുന്നുണ്ടെങ്കിലും അത് കസ്റ്റമർ ആണെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുകയാ. പിന്നീട് രാത്രിയാവുമ്പോ ഹരീഷ് കടയടക്കാൻ തുടങ്ങുമ്പോഴേക്കും നീതു തന്റെ സ്കൂട്ടിയും തള്ളിക്കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ വണ്ടിയും തള്ളി വരുന്നതെന്ന് ചന്തു ചോദിക്കുമ്പോ ഇത് സ്റ്റാർട്ട് ആവുന്നില്ലെന്ന് നീതുവും. രാവിലെയല്ലേ സർവീസ് ചെയ്ത് പോയത്, അപ്പോഴേക്കും വണ്ടി കേടായോ, എന്തു പറ്റിയെന്ന് ചന്തു വീണ്ടും ചോദിക്കുമ്പോ സർവീസ് ചെയ്ത നിങ്ങളെ വിശ്വസിച്ച് എടുത്തോണ്ട് പോയതാ, വണ്ടി പാതി വഴിയിൽ നിന്നുപോയി എന്നവൾ പറയേ അയ്യോ കട അടയ്ക്കാനായല്ലോ എന്ന് ചന്തുവും. കട അടയ്ക്കാനൊന്നും സമയം മാറ്റില്ലെന്ന് പറഞ്ഞ് ഹരീഷ് ചന്തുവിനെ പറഞ്ഞുവിടാൻ നോക്കുമ്പോഴേക്കും രാത്രിയാണ് സമയം. അവളുടെ അച്ഛൻ കണ്ട ആകെ പ്രശ്നമാവും. അധിക നേരം നിന്ന് സംസാരിക്കേണ്ടെന്ന് ഹരീഷിനെ ഓർമ്മിപ്പിച്ച് നീതുവിനോട് വണ്ടി ഓൺ ആക്കിയാലേ സ്റ്റാർട്ടാവൂന്ന് പറഞ്ഞ് അവളുടെ വണ്ടി ഓൺ ആക്കിക്കൊണ്ട് ചന്ത അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. അവൻ പോയി കഴിയുമ്പോഴേക്കും വണ്ടിക്ക് കാര്യമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഹരീഷ് ചോദിക്കുക. വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല. രാവിലെ ഇയാളെ ഒരു വാക്ക് ടൈപ്പ് ചെയ്യാൻ എത്ര സമയമായി എടുത്തത്, വിളിച്ചപ്പോൾ സംസാരിക്കാനും വയ്യ, അതാ നേരിൽ കണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ഒരു ഗുഡ് മോർണിംഗ് ടൈപ്പ് ചെയ്യാൻ ഇത്ര സമയമെടുക്കോ എന്ന് നീതു ചോദിക്കുമ്പോഴേക്കും അത് പരിചയമില്ലാത്തോണ്ടെന്ന് ഹരീഷും. ഇനി പരിചയമായിക്കോളുമെന്ന് നീതു പറയുമ്പോൾ ഹരീഷും നാണത്തോടെ തലകുനിച്ച് നിൽക്കുക. ഹരീഷ് ഇങ്ങനെ സ്നേഹത്തോടെ എന്നോട് സംസാരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അല്ല ഇത്ര പെട്ടെന്ന് എങ്ങനെയാ എന്നോട് സ്നേഹം തോന്നിയതെന്ന് നീതു ചോദിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് വന്നു പോയതാന്ന് ഹരീഷും. ഹരീഷ് സുഭാഷ് ഏട്ടന്റെ കാര്യം സംസാരിച്ചപ്പോഴേ എല്ലാം അവസാനിച്ചു എന്ന് ഞാൻ കരുതിയതാ. എന്നാൽ അത് അവസാനമല്ല, ആരംഭമാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഹരീഷിനെ എനിക്ക് വിശ്വസിക്കാമോ എന്ന് നീതു ചോദിക്കുമ്പോൾ എന്ത് വിശ്വസിക്കാനെന്ന് ഹരീഷും. ഇപ്പൊ ഇയാൾക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, പെട്ടെന്ന് പഴയതുപോലെ ദേഷ്യത്തോടെ പെരുമാറുമോ? ഇപ്പൊ ഇങ്ങനെ സ്നേഹത്തോടെയെല്ലാം സംസാരിച്ചിട്ട് എപ്പോഴാ ഇനി എനിക്ക് അങ്ങനെയൊന്നുമില്ല, നിന്നെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമോന്നാ എന്ന് നീതു ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറയൂന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. പറയരുതെന്നാ പറഞ്ഞതെന്ന് നീതു പറയുമ്പോൾ ഞാൻ അങ്ങനെ പറയില്ലെന്ന് ഹരീഷും. അപ്പോ ഇയാൾക്കും ഉണ്ടല്ലേ എന്ന് നീതു ചോദിക്കുമ്പോൾ എന്തുണ്ടെന്ന് ഹരീഷും. ലവ് തന്നെ എന്ന് നീതു പറയുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലെന്ന് ഹരീഷും. അങ്ങനെയാണോ, എങ്കിൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് നീതു ദേഷ്യത്തോടെ വണ്ടിയെടുത്ത് പോവാൻ തുടങ്ങുമ്പോഴേക്കും ഹരീഷ് അവളെ പോവല്ലെന്നും പറഞ്ഞ് പിടിച്ചു നിർത്തുകയാ. എന്താ പോയാലെന്ന് നീതു ചോദിക്കേ അങ്ങനെ തനിച്ചു പോകേണ്ടെന്നും തന്റെ വണ്ടിയുമായി താൻ അവളെ വീട് വരെ ഫോളോ ചെയ്യാമെന്നും ഹരീഷ് പറയെ നീതുവും അത് സമ്മതിക്കുക. അങ്ങനെ കടയടിച്ച് ഹരീഷും നീതുവിനെ ഫോളോ ചെയ്ത് അവളുടെ പുറകെ ചെന്ന് അവളുടെ വീട്ടിലേക്കുള്ള വഴിയിൽ എടുത്തു നിർത്തി. വീട്ടിലേക്ക് വന്നാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് അവളോട് സൂക്ഷിച്ചു പോകണമെന്ന് പറഞ്ഞ് അവളെ യാത്രയാക്കുകയാണ്. അവിടെ നിധിയുടെ വീട്ടിലും എല്ലാവരും ചേർന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഏമ എല്ലാവർക്കും വിളമ്പിക്കൊടുക്കുന്നുണ്ട്. രാജീവ് പതിപോലെ നിധിയുടെ മുമ്പിൽ സുധീഷിനോട് സ്നേഹം അഭിനയിച്ച് അവനോട് വയറ് നിറയെ കഴിക്കാനായൊക്കെ പറയുന്നുണ്ട്. അതിനിടയിൽ സുധീഷിന്റെ പ്ലേറ്റിൽ ചിക്കൻ ഇല്ലെന്ന് കണ്ട് നിധി അവന് ഫ്രൈഡ് ചിക്കൻ വിളമ്പിക്കൊടുക്കുമ്പോഴേക്കും അവനും സന്തോഷത്തോടെ അത് ആസ്വദിച്ച് കഴിക്കുന്നതിനിടയിലാണ് സുധീഷ് എത്ര വർഷമായി ഈ ഡ്രൈവർ ജോലി ചെയ്യുന്നെന്ന് രാജീവ് ചോദിക്കുന്നത്. 10 വർഷമായി ഈ ജോലി ചെയ്യുകയാണെന്ന് സുധീഷ് പറയുമ്പോൾ അപ്പൊ കോളേജിലെ പഠിപ്പെല്ലാം നിർത്തി ഈ ജോലിക്ക് ഇറങ്ങിയതാണോന്ന് രാജീവും ചോദിക്കുന്നുണ്ട്. തന്നെ അപമാനിക്കാനുള്ള രാജീവിന്റെ ചോദ്യമാണിതെന്ന് മനസ്സിലാക്കിയ സുധീഷും ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോഴേക്കും താൻ തെറ്റായൊന്നും ചോദിച്ചതല്ലെന്ന് രാജീവും താൻ കോളേജ് കഴിഞ്ഞിറങ്ങിയ ഉടനെ തന്നെ ഡ്രൈവറായി ജോലി തുടങ്ങിയെന്ന് സുധീഷും പറയുന്നുണ്ട്. അപ്പോഴാണ് അരുണും നിധിയോട് ചോദിക്കുന്നത് സുധീഷ് ട്രാവൽസിൽ ജോലി ചെയ്യുന്ന കാര്യം കല്യാണത്തിന് മുന്നേ നിധിക്ക് അറിയാമായിരുന്നോന്ന്. അറിയാമായിരുന്നു, സുധീഷ് പറഞ്ഞിരുന്നെന്ന് നിധിയും. ഇനിയും എത്ര നാളെ ഈ ഡ്രൈവറുടെ ജോലി ചെയ്യും, ലൈഫിൽ ഉയർച്ചയൊക്കെ വേണ്ടേ, എന്തെങ്കിലും ബിസിനസ് ചെയ്തൂടെന്ന് രാജീവ് ചോദിക്കുമ്പോൾ ബിസിനസ് ഐഡിയാസ് എല്ലാം നിറയുണ്ടെന്നും പക്ഷേ ക്യാഷിന്റെ പ്രോബ്ലം ആണെന്നും അത് റെഡിയാവാൻ സമയമെടുക്കുമെന്നും ഇപ്പോൾ ഉള്ള ജോലിയിൽ താൻ തൃപ്തനാണെന്നും അതുകൊണ്ട് ബിസിനസ് ചെയ്യണമെന്നോ നിറയെ സമ്പാദിക്കണമെന്നോ എനിക്കിപ്പോ ആഗ്രഹമില്ലെന്ന് സുധീഷും. അത് കേൾക്കെ രാജീവും ഇങ്ങനെയെല്ലാം ഒരു ബാച്ചിലർക്ക് പറയാം, പക്ഷേ കുടുംബസ്ഥന് പറയാൻ പറ്റില്ല. നമുക്കിവിടെ പലതരം ബിസിനസ്സുകളുണ്ട്, നോക്കി നടത്താനാണെങ്കിൽ ആളും കുറവ്, ഞാനും അരുണും കൂടിയാ എല്ലാം നടത്തുന്നത്. സുധീഷിന് എതിർപ്പില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ബിസിനസ്സിൽ കൂടിക്കൂടെ? രാജീവിന്റെ ചോദ്യം കേൾക്കെ സുധീഷും അമ്പരപ്പോടെ അദ്ദേഹത്തിനെ നോക്കിയിരിപ്പാ. എന്താ സുധീഷ് ഇങ്ങനെ നോക്കുന്നേ, സത്യമാ പറഞ്ഞത് എന്നച്ഛൻ പറയുന്നത് കേൾക്കെ എങ്ങനെയാ അച്ഛാ സുധീഷിന് ഇവിടെ നിന്ന് ബിസിനസ് ചെയ്യാൻ കഴിയുന്നത് െന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. എന്താ മോളെ, മരുമകൻ എവിടെ ഇരുന്നാൽ എന്താ,
എന്ന് രാജീവ് ചോദിക്കേ. അതല്ല സുധീഷിന് അവിടെ ഒരു കുടുംബമുണ്ട്, ജോലിയുണ്ട്, എല്ലാം ഇട്ടെറിഞ്ഞ് ഇങ്ങോട്ട് എങ്ങനെ വരാൻ കഴിയുമെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണോ? അത് ശരി. എന്നാ പിന്നെ തിരുവനന്തപുരത്ത് എന്തെങ്കിലും ബിസിനസ് നോക്കിയാലോ? അവിടെ ഒരു ബിസിനസ് ചെയ്യണമെന്ന് ഞാനും കുറെ നാളായി ആലോചിക്കുന്നതാ. സുധീഷ് നോക്കി നടത്താനുണ്ടെങ്കിൽ അവിടെ ഒരു ബിസിനസ് തുടങ്ങാമെന്നൊരു ആലോചനയുണ്ട്. എന്താ സുധീഷിന്റെ അഭിപ്രായമെന്ന് രാജീവ് ചോദിക്കേ. ഇല്ല, എനിക്കങ്ങനെ ബിസിനസ് ചെയ്തൊന്നും ശീലമില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുതെന്ന് സുധീഷും പറയുന്നുണ്ട്. ബിസിനസ് തുടങ്ങാൻ അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഞാനും തുടക്കത്തിലെ നല്ല ബിസിനസ്മാൻ ഒന്നും അല്ലായിരുന്നു. പിന്നെ ബിസിനസ് നടത്തി പതിയെ പതിയെ പിടിച്ചു കയറിയതാ. സുധീഷിന് അങ്കിളായി ഞാൻ കൂടെയില്ലേ. ബിസിനസ്സിൽ എന്ത് റിസ്ക് വന്നാലും അത് ഞാൻ ഏറ്റെടുത്തോളാം. എന്ത് ബിസിനസ് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അതിനുള്ള ഹെൽപ്പ് എല്ലാം താൻ ചെയ്യാമെന്ന് രാജീവ് പറയുന്നുണ്ടെങ്കിലും ഇല്ല, കുറച്ച് കഴിയട്ടെ, പിന്നീട് അതേക്കുറിച്ച് ആലോചിക്കാമെന്ന് സുധീഷും. സുധീഷിന് ബിസിനസ് തുടങ്ങാനുള്ള പേടി മാറിയിട്ടില്ലല്ലേ? നിധിയുമായി ആലോചിച്ച് ഇക്കാര്യം പറഞ്ഞാൽ മതി. സുധീഷിനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെന്ന പേടി വേണ്ട. നിനക്ക് ഞാനുണ്ട് സുധീഷെ, ഞാൻ എല്ലാം നോക്കി നടത്തിക്കോളാം. ധൈര്യമായി ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന രാജീവ് പറയേ. അത് കേട്ടോണ്ടിരുന്ന സുധീഷും ആരടാ ഇയാള്, എന്തൊരു അഭിനയമാ കാഴ്ചവെക്കുന്നത്, ഒരു അവാർഡെങ്കിലും കൊടുക്കേണ്ടി വരും എന്ന് മനസ്സിൽ പറയേ. അച്ഛന്റെ വാക്കുകൾ കേട്ട നിധിയും സന്തോഷത്തോടെ അവനെ നോക്കി ചിരിക്കുകയാ. പിന്നീട് ഉറങ്ങാനായി റൂമിലെത്തിയിട്ടും നിധിയെ കാണാതെ ടെൻഷനോടെ നടപ്പാണ് സുധീഷ്. ഇതൊരു കുടുംബമാണോ? അച്ഛനും അളിയനും തലങ്ങും വിലങ്ങും ദ്രോഹിച്ചോണ്ടിരിക്കുക. എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അന്ന് നിധിയുടെ അച്ഛൻ കാറിൽ കയറിയ സമയത്ത് ഞാൻ മിണ്ടാതിരുന്ന മതിയായിരുന്നു. ദൈവമേ, ഇനി 4 ദിവസം കൂടി ഇവരോട് അടി ഉണ്ടാക്കാതെ എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോണം. ഇതിനുള്ള ശക്തി എനിക്ക് തരണേന്ന് പറഞ്ഞ് നിധിയുടെ കട്ടിലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ചുവരിൽ വെച്ച നിധിയുടെ ചിരിക്കുന്ന ഫോട്ടോ കാണുന്നത്. അവൻ എഴുന്നേറ്റ് ചെന്ന് ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് നല്ല ഭംഗിയുള്ള ചിരി. ഈ ദുഷ്ടക്കൂട്ടങ്ങൾക്കിടയിൽ എനിക്ക് കിട്ടുന്ന ഒരേ ഒരു സന്തോഷം ഇയാളുടെ കൂടെ ഒരേ മുറിയിൽ ഉറങ്ങുന്നതാ. എന്നാ ഫോട്ടോയിൽ നോക്കി പറഞ്ഞ് കുറെ സമയമായല്ലോ, നിധി ഇതുവരെ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാ സുധീഷ്. അവിടെ ഡൈനിങ് ഹാളിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക രാജീവും ഹേമയും അരുണുമില്ല. അതിലെ നിധി റൂമിലേക്ക് പോകുന്നത് കണ്ട് അച്ഛ എന്ന് അരുൺ വിളിക്കുമ്പോഴേക്കും രാജീവും നിധിയെ തന്റെ അരികിലേക്ക് വിളിച്ചിരുത്തി നിധി, നീ സന്തോഷമായിരിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ അച്ഛ ഇങ്ങനെയെല്ലാം ചോദിക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോ ഒന്നുമില്ല, ഈ ജീവിതം നീ തിരഞ്ഞെടുത്തതാ എന്ന് കരുതി എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് കരുതി വിട്ടുകളയാൻ പറ്റും. മോൾക്ക് കഷ്ടമാണെന്നറിഞ്ഞാൽ അതെനിക്ക് താങ്ങാൻ കഴിയുമോ? അതുകൊണ്ടാ ചോദിച്ചത്. നീ ആ വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. ഞാനവിടെ സന്തോഷമായിട്ടാണ് കഴിയുന്നതച്ചാ. അവരെല്ലാം എന്നെ നല്ല സ്നേഹത്തോടു കൂടിയാണ് നോക്കുന്നത്. നമ്മുടെ വീട് പോലെ അത്ര വലിയ വീടൊന്നുമല്ലെങ്കിലും എല്ലാവരും നല്ല സ്നേഹമുള്ളവരാ. എന്നെ അവർ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നും താൻ അവിടെ സന്തോഷത്തോടെയാണ് കഴിയുന്നതെന്നും നിധി പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ശരിയെന്ന് സമ്മതിച്ച്. അപ്പോ മറ്റുള്ളവർ നിന്നെ മനസ്സിലാക്കിയത്രയും അച്ഛൻ നിന്നെ മനസ്സിലാക്കിയിട്ടില്ലെന്നാണോ പറയുന്നത് എന്ന് രാജീവും ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നുമല്ലെന്ന് നിധി പറയുന്നുണ്ടെങ്കിലും രാജീവും സങ്കടം അഭിനയിച്ച് ഇല്ല മോളെ, ഞാൻ തെറ്റു തന്നെയാ ചെയ്തത്. നിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തി. ഈ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന് നീ എത്രയോ തവണ എന്നോട് പറഞ്ഞതാ. പക്ഷേ ഞാൻ അത് സീരിയസ് ആയി എടുത്തില്ല. ഞാനിങ്ങനെ പിടിവാശിയോടെ നിന്നതുകൊണ്ടാ നീ ഈ വീട് വിട്ടിറങ്ങി പോയത്. പക്ഷേ നിന്നെ മനസ്സിലാക്കി ഞാൻ ആ കല്യാണം വേണ്ടാന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ നീ ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവുമായിരുന്നു എന്ന് പറഞ്ഞ് രാജീവ് സങ്കടത്തോടെ കരയുമ്പോഴേക്കും എന്താ അച്ഛ ഇത്, എന്തിനാ ഇങ്ങനെ പഴയതെല്ലാം വീണ്ടും പറഞ്ഞോണ്ടിരിക്കുന്നത് എന്ന് നിധിയും സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ ഹേമയും എന്താ രാജീവേട്ട ഇത്, അതെല്ലാം വിട്ടേക്ക്, നിധി ഇപ്പോ ഇങ്ങോട്ട് വന്നില്ലേ, അതിൽ കൂടുതൽ എന്താ വേണ്ടതെന്ന് ഹേമയും ചോദിക്കുക. ഇല്ല ഹേമേ, എന്റെ മനസ്സിൽ നല്ല ടെൻഷൻ. ഒരു നല്ല അച്ഛനായി മാറാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ നിധിയുടെ വാക്കുകൾക്ക് ചെവി കൊടുത്തിരുന്നെങ്കിൽ നിധി ഉറപ്പായും സുധീഷിനെ പറ്റി എന്നോട് പറഞ്ഞേനെ. വേറൊന്നും നോക്കാതെ എന്റെ മോളുടെ സന്തോഷമാണ് പ്രധാനമെന്ന് വിചാരിച്ച് ഞാൻ അവരുടെ കല്യാണം നടത്തി കൊടുത്തേനെ. അതൊന്നും ചെയ്യാതെ എന്റെ മോളെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തി എന്ന് സങ്കടം അഭിനയിച്ച് പറഞ്ഞ് നിധിയോട് സോറിയൊക്കെ പറയുന്നുണ്ട് രാജീവ്. എന്താ അച്ഛൻ എന്നോട് ഇങ്ങനെ സോറിയൊക്കെ പറയുന്നതെന്ന് നിധി ചോദിക്കുമ്പോ നിധി, നിന്റെ അച്ഛൻ ഒരുപാട് മാറിപ്പോയി. നിന്നോട് അച്ഛന് ഒരു ദേഷ്യവുമില്ല. നിധി നന്നായിരിക്കുന്നോ ആവോ, ഞാനാണ് തെറ്റ് ചെയ്തതെന്ന് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചൊരു ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നടന്ന ആ കല്യാണം നല്ല ആഘോഷമായി വീട്ടിൽ വെച്ച് നടത്താമായിരുന്നു എന്ന് ഇടയ്ക്കിടെ പറയാറുണ്ട് എന്ന് അമ്മ ഹേമയും പറയുക. അത് കേൾക്കെ നിധിയും ടെൻഷനോടെ സാന്ദ്ര തന്നോട് പറഞ്ഞ കാര്യമെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. കല്യാണം എങ്ങനെയാ നടന്നതെന്ന് നീ നിന്റെ അച്ഛനോട് പറ. ആ കല്യാണം നീയൊരു കല്യാണമായി കണ്ടിട്ടില്ലെന്നറിഞ്ഞ അച്ഛന് നിന്നോടുള്ള ദേഷ്യവും വെറുപ്പും എല്ലാം മാറും. പഴയ പോലെ സ്നേഹം കൂടുകയും ചെയ്യുമെന്ന സാന്ദ്രയുടെ വാക്കുകൾ ഓർക്കെ അച്ഛനോട് അക്കാര്യം പറയണമോ എന്ന ചിന്തയിൽ ടെൻഷനോടെ ഇരിപ്പാൻ നിധിയും ഒരു നിമിഷം ആലോചനയോടെ ഇരുന്ന് വേണ്ട, സത്യം പറഞ്ഞിട്ടിനി ഒരു കാര്യവുമില്ല, നടന്നതൊന്നും ഇനി മാറാനും പോകുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ആലോചനയോടെ ടെൻഷനോടെ ഇരിക്കുന്ന നിധിയെ അമ്മ ഹേമ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ ഒരേ ഇരിപ്പ് തന്നെയാ. രാജീവും നിധി, എത്ര നേരമായി അമ്മ നിന്നെ വിളിച്ചോണ്ടിരിക്കുക, നീ എന്താലോചിച്ചിരിക്കുവാന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ല അച്ഛന്ന് നിധി. അരുണും അച്ഛനോടായി അത് വിട്ടേക്കച്ച, എന്തിനാ ഇങ്ങനെ സങ്കടത്തോടെ സംസാരിച്ചോണ്ടിരിക്കുന്നത്, നിധി ഇപ്പോ നമ്മളെ തേടി വന്നില്ലേ, ഇനി നമ്മുടെ നിധി നമ്മളെ വിട്ട് ഒരിടത്തേക്കും പോവില്ല എന്ന് പറയുന്നത് കേൾക്ക് അമ്പരപ്പോടെ എന്താ, ഞാൻ ഇനി മുതൽ ഇവിടെ താമസിക്കുന്ന പോലെയാണല്ലോ നിങ്ങളെല്ലാം പറയുന്നത്. 3-4 ദിവസം കൂടി കഴിഞ്ഞാൽ എനിക്ക് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകണം.
2-3 ഇന്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തിരിക്കുക എന്ന് നിധി പറയുന്നുണ്ട്. അത് കേൾക്കെ രാജീവും നിന്റെ പഠിപ്പിനും കഴിവിനും അനുസരിച്ച് ഒരു നല്ല കമ്പനിയിൽ എവിടെയെങ്കിലും ജോലി കിട്ടുമെന്ന് പറയുമ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കമ്പനീസ് ഉണ്ട്, അവിടെ വേണേൽ ഞാൻ റെഫർ ചെയ്യാം. ആരെങ്കിലും റെഫർ ചെയ്താൽ നിനക്ക് ജോലി ഈസിയായി ലഭിക്കുമെന്ന് അരുണും പറയുന്നുണ്ട്. അതൊന്നും വേണ്ടെന്നും ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോൾ 2 റൗണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞെന്നും ചേട്ടൻ പറഞ്ഞ പോലെ റെഫറൻസിലുള്ള ആരും ആ ഇന്റർവ്യൂ വരെ എത്തിയിട്ടില്ലെന്നും പക്ഷെ ആ 2 റൗണ്ടും ഞാൻ പൂർത്തിയാക്കിയെന്നും ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ HR റൗണ്ടിൽ ഇന്റർവ്യൂവിന് പോയെന്നും ആ ഇന്റർവ്യൂ നടത്തിയത് ആരാണെന്ന് അറിയാമോ എന്നും നിധി ചോദിക്കുന്നുണ്ട്. ആരാണെന്ന് അരുൺ ചോദിക്കെ സൂര്യ എന്ന നിധിയും. സൂര്യയോ? അവൻ എങ്ങനെ അവിടെ വന്നെന്ന് രാജീവ് ചോദിക്കുമ്പോൾ അന്ന് ആ കമ്പനിയിൽ ഇന്റർവ്യൂവിനെത്തിയ നിധിയെ HR മാനേജറുടെ ഫ്രണ്ടായ സൂര്യ ഇന്റർവ്യൂ നടത്തി അപമാനിച്ചു വിട്ടതെല്ലാം നിധി രാജീവിനോടും കൂട്ടരോടും വിവരിക്കുന്നുണ്ട്. അത് കേൾക്കെ രാജീവും ദേഷ്യത്തോടെ അരുണേ, ആ സൂര്യയോട് മര്യാദയ്ക്ക് നിൽക്കാൻ പറയണം. അവൻ എന്താ വിചാരിച്ചത്? എന്തിനാവശ്യമില്ലാതെ എന്റെ മോളുടെ കാര്യത്തിൽ ഇടപെട്ടു? നീ അവനെ വിളിച്ചു പറയാന്ന് രാജീവ് പറയുമ്പോ ശരി അച്ഛാ, ഞാൻ അവനെ വിളിച്ച് ഇനി നിധിയുടെ കാര്യത്തിലൊന്നും ഇടപെടരുതെന്ന് പറഞ്ഞോളാമെന്ന് അരുണും പറയുന്നുണ്ട്. മോള് വിഷമിക്കേണ്ട, ഇനി ആ സൂര്യ മോളുടെ ഒരു കാര്യത്തിലും ഇടപെടില്ല, അച്ഛൻ നോക്കിക്കോളാമെന്ന് രാജീവും നിധിയെ ആശ്വസിപ്പിക്കുകയാണ്. അവിടെ റൂമിൽ നിധിയെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്ന സുധീഷും നിധിയെ കാണുന്നില്ലല്ലോ, എന്ത് ചെയ്യുകയാണെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോവുകയാണ്. അവൻ ഡൈനിങ് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും അച്ഛന്റെയും അമ്മയുടെയും അരുണിന്റെയും കൂടെ ഇരുന്ന് സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുന്ന നിധിയെ കാണാൻ ഒരു നിമിഷം ആ കാഴ്ച നോക്കി നിന്ന് അവളെ ശല്യം ചെയ്യാതെ മുകളിലേക്ക് തന്നെ കയറി പോവുകയാ. അവിടെ സുധീഷിന്റെ വീട്ടിൽ ഉറങ്ങാൻ കിടന്ന ഹരീഷിന് രാത്രിയിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട്. അവനത് എടുത്തു നോക്കുമ്പോഴേക്കും ഉറങ്ങിയോ എന്നുള്ള നീതുവിന്റെ മെസ്സേജ് ആയിരുന്നു. ഉറങ്ങിയില്ലെന്നവൻ മെസ്സേജ് അയക്കെ വിളിക്കട്ടെ എന്ന് നീതുവും. അതിനെ വൈകുമെന്ന് അവൻ പറയേ താനതിന് ഇറങ്ങി വരാനല്ലോ പറഞ്ഞത്, വിളിക്കാമെന്നല്ലേ, സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാ വിളിക്കാമെന്ന് പറഞ്ഞതെന്ന് നീതു. അത് കാണേ സന്തോഷത്തോടെ 1 മിനിറ്റ് താൻ പുറത്തിറങ്ങിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ഹരീഷ് പുറത്തോട്ട് ഇറങ്ങി പോവുകയാ. കൂടെയുള്ള സുഭാഷും നികേഷും നല്ല ഉറക്കത്തിലാ. പുറത്തിറങ്ങിയ ഹരീഷ് കോൾ ചെയ്യുമ്പോഴേക്കും വിളിക്കാൻ ഇത്ര പേടി എന്താന്ന് നീതുവും ചോദിക്കുക. പേടിയൊന്നുമില്ല, സുഭാഷ് ഏട്ടനും നികേഷും ഉറങ്ങുകയായോണ്ടാന്ന് ഹരീഷും. എല്ലാവരും ഒരേ റൂമിലാണ് ഉറങ്ങുന്നതെന്ന് നീതു ചോദിക്കുമ്പോ അതെ, എല്ലാവരും ഡൈനിങ് ഹാളിൽ ഒരുമിച്ച് കിടന്ന ഉറങ്ങുകയെന്ന് ഹരീഷും. അയ്യയ്യേ, തനിയെ കിടന്ന് ഉറങ്ങിക്കൂടെന്ന് നീതുവും ചോദിക്കുന്നുണ്ട്. അതെന്തിനാ തനിച്ച് കിടന്നുറങ്ങുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ അത് വിട്ടേക്ക്, പറ എന്ന് നീതുവും. നീയല്ലേ വിളിച്ചത്, നീ പറ എന്ന് ഹരീഷും. ഞാനല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്, ഇപ്പൊ നീ എന്തെങ്കിലും പറ എന്ന് നീതുവും. ഈ സമയത്ത് എന്താ പറയേണ്ടതെന്ന് അറിയില്ലെന്ന് ഹരീഷ് പറയുമ്പോ എന്താ എന്നോടൊന്നും പറയാനില്ലേ എന്ന് നീതുവും ചോദിക്കുക. എന്താ ഇപ്പൊ പറയേണ്ടെന്ന് അറിയില്ലെന്ന് ഹരീഷ് ടെൻഷനോടെ പറയുമ്പോഴേക്കും എന്നെ ഇയാൾക്ക് ഇഷ്ടമാണോ എന്ന് നീതുവും ചോദിക്കുന്നുണ്ട്. ഹരീഷ് പുഞ്ചിരിയോടെ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴേക്കും എന്താ സൈലന്റ് ആയത്? അപ്പോ എന്നെ ഇഷ്ടമല്ലേന്ന് നീതുവും ചോദിക്കുക. ഏയ്, ഇഷ്ടമില്ലെങ്കിൽ പിന്നെ സംസാരിക്കോ എന്ന് ഹരീഷിന്റെ ചോദ്യങ്ങൾക്ക് അപ്പോ ഇഷ്ടമാണെന്ന് പറ എന്ന് നീതു. എങ്ങനെയൊന്നും പറയാതെ എനിക്ക് എന്തോ പോലെയുണ്ടെന്ന് ഹരീഷ് പറയേ. ഇങ്ങനെ ഹരീഷ് എന്നോട് സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയല്ല. എനിക്ക് ഹരീഷിനെ ഒത്തിരി ഇഷ്ടമാണ്. ഹരീഷ് എന്നോട് സ്നേഹത്തോടെ സംസാരിക്കാൻ വേണ്ടി എത്ര തവണ ഞാൻ ആ കടയിൽ വന്നിരുന്നിട്ടുണ്ട്. ഇന്ന് ഹരീഷ് എന്നോട് സംസാരിക്കുന്നു, എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ശരി, ഞാനല്ലേ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനി ഹരീഷ് പറ എന്ന് നീതുവും. ഹരീഷ് എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം ടെൻഷനോടെ ആലോചിച്ച് നാളെ കടയിലേക്ക് വരില്ലേന്ന് ചോദിക്കുക. വരണോന്ന് നീതു പ്രണയത്തോടെ ചോദിക്കുമ്പോ ഇയാളുടെ ഇഷ്ടമെന്ന് ഹരീഷും. അതുകൾക്ക് വരില്ലെന്ന് നീതു പറയുമ്പോ ആദ്യം ടെൻഷനാവുന്നുണ്ടെങ്കിലും ഹരീഷ് ശരിയെന്ന് പറയുകയാ. ശരിയോ, അപ്പോ ഞാൻ വരാതിരുന്ന കുഴപ്പമില്ലേ എന്ന് നീതു ചോദിക്കേ. അങ്ങനെയൊന്നുമില്ല, ഇയാളല്ലേ വരില്ലെന്ന് പറഞ്ഞത്, പിന്നെന്തു പറയാനാന്ന് ഹരീഷും. ഞാൻ വരില്ലെന്ന് പറഞ്ഞാ നീ വരാൻ പറയണം, മനസ്സിലായോന്ന് നീതു ചോദിക്കുമ്പോ മനസ്സിലായി, അപ്പോ വാ എന്ന് ഹരീഷും. പിന്നെന്താന്ന് നീതു ചോദിക്കുമ്പോ ടെൻഷനോടെ പിന്നെന്താ എന്ന് ഹരീഷും. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, അറിയാമോന്ന് നീതു ചോദിക്കുമ്പോ എന്താ സ്പെഷ്യൽ എന്ന് ഹരീഷും. ഹരീഷ് എന്നോട് സംസാരിച്ചു തുടങ്ങി 3ാമത്തെ ദിവസമാണ് എന്ന് നീതുവും സന്തോഷത്തോടെ പറയുകയാ. അങ്ങനെ കുറെ സമയം പലതും സംസാരിച്ചു കഴിഞ്ഞ് പിന്നെന്താന്ന് നീതു ചോദിക്കുമ്പോ ശരി, നീ പോയി ഉറങ്ങുന്ന ഹരീഷും. ഹരീഷിന് ഉറക്കം വരുന്നുണ്ടോന്ന് നീതു ചോദിക്കുമ്പോ ഇല്ല, കുറെ നേരം ബിസി ആയിരുന്നില്ലേ, നീ പോയി ഉറങ്ങെന്ന് ഹരീഷ് വീണ്ടും പറയുന്നുണ്ട്. എന്റെ സംസാരം ബോറടിക്കുന്നുണ്ടോന്ന് നീതു വീണ്ടും ചോദിക്കുമ്പോ അങ്ങനെയൊന്നുമില്ലെന്ന് ഹരീഷും. പിന്നെന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് നീതു ചോദിക്കുമ്പോ നീതുവിന് ഉറങ്ങണ്ടേ എന്ന് ഹരീഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. ഹരീഷിന് ഉറക്കം വരുന്നുണ്ടോന്ന് അവൾ വീണ്ടും ചോദിക്കേ. തനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് ഹരീഷും. ഓഹോ, അപ്പോ ഞാൻ സംസാരിച്ച അപ്പോ ഉറക്കം വരുമല്ലേ എന്ന് നീതു ചോദിക്കേ. നാളെ കടയിൽ പോവാനുള്ളതല്ലേ, നേരത്തെ കിടന്നുറങ്ങണ്ടേന്ന് ഹരീഷിന്റെ ചോദ്യം കേൾക്കേ. ശരി, നീ കിടന്നുറങ്ങ്, ഞാൻ ഫോൺ വെക്കുകയാ, ബൈ എന്ന് പറഞ്ഞ് നീതുവും പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുകയാ. എന്ത് ചെയ്യുമെന്നറിയാതെ ഹരീഷും ടെൻഷനോടെ അവിടെ തന്നെ നിൽക്കുമ്പോഴാണ് ഉറക്കമുണർന്ന നികേഷ് തിരിഞ്ഞു കിടക്കുമ്പോൾ തന്റെ അരികിൽ ഹരീഷ് ഇല്ലെന്ന് മനസ്സിലാക്കുന്നത്. ഹരീഷേട്ടൻ എവിടെ പോയാവോ എന്ന് പറഞ്ഞ് നികേഷും അവിടെ നിന്ന് എഴുന്നേൽക്കുകയാ. അകത്തേക്ക് പോവാൻ തുടങ്ങുകയായിരുന്ന ഹരീഷിന് വീണ്ടും നീതുവിന്റെ കോൾ വരുന്നുണ്ട്. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഞാൻ ദേഷ്യത്തിലാണെന്ന് അറിയില്ലേ, തിരിച്ചു വിളിക്കാൻ ഞാൻ എന്താന്ന് ചോദിക്കുന്നുണ്ട് നീതു. ദേഷ്യത്തിലാണോ എന്ന് ഹരീഷ് ചോദിക്കേ. അതുപോലും മനസ്സിലായില്ലേ, ഫോൺ വെക്കെന്ന് പറഞ്ഞ് നീതുവും ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്യുകയാ. ഹരീഷും അകത്തോട്ട് പോവാനായി തിരിയുമ്പോഴേക്കും കാണുന്നത് മുന്നിൽ നിൽക്കുന്ന നികേഷിനെയാണ്. ഞെട്ടലോടെ നീ ഉറങ്ങിയില്ലേ എന്ന് ഹരീഷ് ചോദിക്കേ. തിരിയോടെ നികേഷും
മൊബൈലിൽ ആരായിരുന്നു എന്ന് ആംഗ്യത്തിലൂടെ ചോദിക്കുന്നുണ്ട്. ഇത് മൈൻഡ് ചെയ്യാതെ നീ ഉറക്കമായിരുന്നില്ലെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ഫോണിൽ ആരെന്ന് നികേഷും ചോദിക്കുക. ഹരീഷും പരുങ്ങലോടെ അതൊരു കസ്റ്റമറാ, എമർജൻസിയായി ഒരു വണ്ടി റെഡിയാക്കാനുണ്ടെന്ന് പറഞ്ഞു, അതാ എന്ന് പറഞ്ഞ് ഒപ്പിക്കുമ്പോഴേക്കും നികേഷും ഈ രാത്രിയിലാണോ വണ്ടി റിപ്പയർ ചെയ്യാനൊക്കെ വിളിക്കുക, വിശ്വസിച്ചു എന്ന് പറയുമ്പോഴേക്കും അതൊരു വണ്ടി റിപ്പയറിങ്ങിന്റെ കാര്യമാ, വിട്ടേക്കെന്ന് പറഞ്ഞ് ഹരീഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും നീതുവാണോ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അതേന്ന് പെട്ടെന്ന് സമ്മതിച്ച് അല്ലെന്ന് ഹരീഷ് പറഞ്ഞൊപ്പിക്കുമ്പോഴേക്കും എന്താ ഹരീഷേട്ടാ ഇത്, ഹരീഷേട്ടൻ രാത്രി ഒരു പെണ്ണിനോട് സംസാരിക്കുന്നോ, പോരാത്തേനെ ഫോണിലും സംസാരിക്കാൻ തുടങ്ങിയോ, സുഭാഷേട്ടനോട് പറയണം ഇത് എന്ന് പറഞ്ഞ് സുഭാഷേട്ടാന്ന് വിളിക്കുമ്പോഴേക്കും ഹരീഷ് അവന്റെ വാ പൊത്തിപ്പിടിക്കുക. സുഭാഷേട്ടനോടൊന്നും പറയല്ലേ, വെറുതെ ഇരിക്കെ, ആദ്യം നീ ഒന്നും മിണ്ടാതിരിക്കെന്ന് ഹരീഷ് പറഞ്ഞ് അവന്റെ വാവിടി വയ്ക്കുമ്പോഴേക്കും അപ്പോ രണ്ടുപേരും തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയല്ലേ, എങ്ങനെ ഇതെല്ലാം നടന്നു എന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും ഹരീഷ് നാണത്തോടെ തലയും കുനിച്ച് നിൽപ്പാ. അയ്യോ ചേട്ടന് നാണം വരുന്നു, എനിക്കും എന്തോ സന്തോഷമാവുകയാ, ഹരീഷ് ഏട്ടനും ഒരു പെണ്ണിനോട് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഓർത്താലെ സന്തോഷമാവുകയാ എന്ന് പറയുമ്പോഴേക്കും ഹരീഷും സന്തോഷത്തോടെ അകത്തേക്ക് ഓടി പോവുകയാ. അവിടെ നിധി റൂമിലേക്ക് എത്താത്തതിന്റെ വിഷമത്തിലിരിക്കുകയാണ് സുധീഷും. എന്തെങ്കിലും രണ്ടു വാക്ക് അവളോട് സംസാരിക്കുമെന്ന് വിചാരിച്ച അവളുടെ അച്ഛൻ അതിന് സമ്മതിക്കണ്ടേ എന്ന് പറഞ്ഞ് നിലത്തിട്ട ബെഡിലേക്ക് കിടന്ന് സമയം കുറെ ആയല്ലോ, ഇനി വരുമോ വരില്ലെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് എണീറ്റ് നോക്കുമ്പോഴേക്കും നിധി വരുന്നത് കാണേ വരുന്നുണ്ടെന്ന് സന്തോഷത്തോടെ പറഞ്ഞ് ഉറക്കം നടിച്ച് കമിഴ്ന്ന് കിടക്കുകയാ. റൂമിലേക്ക് എത്തുന്ന നിധിയും സുധീഷിനെ നോക്കിക്കൊണ്ട് ഉറങ്ങിപ്പോയോ എന്ന് തനിയെ പറഞ്ഞ് ബെഡിലേക്കിരുന്ന് അവനെ സൂക്ഷിച്ചു നോക്കുമ്പോഴേക്കും അവന്റെ കമിഴ്ന്നുള്ള കിടപ്പെല്ലാം കണ്ട് അവൾക്ക് ചിരി വരികയാ. അവളുടെ ചിരിയുടെ ശബ്ദം കേട്ട് സുധീഷും കണ്ണു നിറന്ന് നോക്കിക്കൊണ്ട് വീണ്ടും ഉറക്കം അഭിനയിച്ച് കിടക്കുകയാ. നിധിയും ചിരി നിർത്തി സുധീഷിനെ നോക്കിക്കൊണ്ട് ഇപ്പൊ സംസാരിക്കണോ വേണ്ടയോ, സുധീഷെ ഉറങ്ങിയോ എന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ടെങ്കിലും സുധീഷ് മൈൻഡ് ചെയ്യാതെ കിടക്കുകയാ. നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു, ഇനി വിളിക്കേണ്ടെന്ന് പറഞ്ഞ് ശബ്ദമുണ്ടാക്കാതെ പോയി ഡോറെല്ലാം അടച്ച് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കട്ടിലേക്ക് കിടക്കുമ്പോഴേക്കും കമിഴ്ന്ന് കിടക്കുകയായിരുന്ന സുധീഷും തിരിഞ്ഞു കിടക്കുക. അത് കാണാൻ നിധിയും സുധീഷ് ഉറങ്ങിയില്ലായിരുന്നോ എന്ന് ചോദിക്കേ ഉറക്കത്തിലായിരുന്നു, പെട്ടെന്ന് ഉണർന്നു പോയതാ എന്ന് സുധീഷും പറയുന്നുണ്ട്. അവൾക്ക് നിധിയും സോറി സുധീഷിനെ ഞാൻ ഉണർത്തിയോ എന്ന് ചോദിക്കേ അത് കുഴപ്പമില്ല, ഇയാൾ വരുന്നതെന്ന് കാത്ത് ഞാൻ കുറെ സമയം വെയിറ്റ് ചെയ്തു, അവിടും അച്ഛനോടും സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു, എന്നാ പിന്നെ കുറച്ചു സമയം മയങ്ങാമെന്ന് വിചാരിച്ച് കിടന്നതാ, അങ്ങനെ ഉറങ്ങിപ്പോയെന്ന് സുധീഷും പറയുന്നുണ്ട്. അതിനിപ്പോ എന്താ, അത് വിട്ടേക്ക്, എന്താന്നറിയില്ല അച്ഛൻ ഇന്ന് എന്നോട് ഇമോഷണലായി കുറെ സംസാരിച്ചു എന്ന് നിധി പറയേ സംസാരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, എങ്ങനെയെങ്കിലും ഇവളെ ഇവിടെ പിടിച്ചു നിർത്തണമല്ലോ എന്ന് സുധീഷും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ മാറിപ്പോകുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല, എന്റെ അച്ഛൻ എന്നെ മനസ്സിലാക്കണമെന്നും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെന്നും ഞാൻ എത്ര നാളായി ആഗ്രഹിച്ചിരുന്നതാണെന്നോ, ഇന്നാണ് അതെല്ലാം നടന്നത്. സുധീഷ് അന്ന് അച്ഛനോട് സംസാരിച്ചത് കൊണ്ടാ അച്ഛൻ ഈ മാറ്റമെല്ലാം വന്നത് എന്ന് നിധി പറയേ അതെ ഞാൻ പറഞ്ഞത് തന്നെയാ പ്രശ്നമായതെന്ന് സുധീഷും മനസ്സിൽ പറയുന്നുണ്ട്. അന്ന് നിങ്ങൾ രണ്ടുപേരും എന്താ സംസാരിച്ചതെന്നൊന്നും അറിയില്ല, പക്ഷേ ആ സംസാരത്തിലാണ് അച്ഛൻ ഈ മാറ്റമുണ്ടായത്. താങ്ക്സ് എന്ന് സുധീഷിനോടായി നിധിയും പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, നമുക്കിടയിൽ എന്തിനാ ഒരു താങ്ക്സ് ഒക്കെ എന്ന സുധീഷിന്റെ ചോദ്യങ്ങൾക്ക് നിധിയും സംശയത്തോടെ അവനെ നോക്കുന്നത് കണ്ട് അതല്ല മൂന്നാമത്തെ ഒരാളോടല്ലേ താങ്ക്സ് എല്ലാം പറയേണ്ടത്, നമ്മൾ രണ്ടുപേരും ഒന്നല്ലേന്ന് സുധീഷിന്റെ ചോദ്യങ്ങൾക്ക് രണ്ടുപേരും ഒന്നോ എന്ന് നിധിയും ചോദിക്കുക. അതല്ല നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് അല്ലേ, പിന്നെന്തിനാ ഇങ്ങനെ താങ്ക്സും സോറിയും ഒക്കെ പറയുന്നതെന്ന് സുധീഷ് ചോദിക്കേ താങ്ക്സ് അല്ലേ പറഞ്ഞത്, സോറി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് നിധിയും. എന്നാ ഞാൻ പറയാമെന്ന് പറഞ്ഞ് സുധീഷ് അവളോട് സോറി പറയുമ്പോഴേക്കും ഫ്രണ്ട്സിനിടയിൽ സോറിയും താങ്ക്സും ഒന്നും വേണ്ടെന്ന് ഇയാളല്ലേ ഇപ്പൊ പറഞ്ഞത്, പിന്നെന്തിനാ സോറി പറഞ്ഞേ, അപ്പോ ഞാൻ ഇയാളുടെ ഫ്രണ്ട് അല്ലേന്ന് നിധിയും ദേഷ്യത്തോടെ ചോദിക്കേ. ഇയാൾ എന്റെ ഫ്രണ്ട് തന്നെയാ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, മനസ്സിലായോന്ന് സുധീഷ് ചോദിക്കേ. നിധിയും ചിരിയോടെ ശരി ഞാൻ വെറുതെ പറഞ്ഞതാ, ഉറങ്ങിക്കോ, നല്ലപോലെ ഉറങ്ങിക്കിടന്ന ഇയാളെ ഞാനല്ലേ ഉണർത്തിയത്, ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് നിധി കണ്ണടച്ച് കിടക്കുമ്പോഴേക്കും സുധീഷും താഴെ ബെഡിൽ ഉറങ്ങാതെ അവളെ തന്നെ നോക്കിക്കൊണ്ട് കിടപ്പാ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.